രാമായണത്തെക്കുറിച്ച് നമ്മൾ നിത്യം സംസാരിച്ചു പോകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ഇതിഹാസ കവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യാസനും വാൽമീകിയും എല്ലാ സമയത്തും നമ്മളുടെ മുമ്പിൽ അവർ തമ്മിലുള്ള ഒരു താരതമ്യം നിലവിലുണ്ട്. ഇന്ത്യയിൽ നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മഹാഭാരതത്തെ ഓർക്കും, മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാമായണത്തെ ഓർക്കും. ഈ രണ്ട് കവികളും ജീവിതത്തെ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ദാർശനികന്മാർക്കും എല്ലാ സാധാരണക്കാർക്കും ഒരുപോലെ ചിന്തിക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ട്. അവരുടെ വലിയ ആലോചനയ്ക്കത് വിഷയമായിട്ടുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ബൃഹത്തായിട്ടുള്ള ഇതിഹാസമാണ്. അതിൽ ഒരു പ്രധാന കഥയെ ചുറ്റി നിരവധി കഥകൾ ഉണ്ടാകുന്നു. അതിലെ ഓരോ കഥാപാത്രവും തൻ്റെ വാദഗതികൾ സമർത്ഥിക്കാൻ വേണ്ടി പുതിയ പുതിയ കഥകൾ പറയുന്നു. അങ്ങനെ ഉപോൽപ്പന്നമെന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധി കഥകൾ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ശാകുന്തളം, നളചരിതം, ഇതൊക്കെ അതിലെ ഉദാഹരണ കഥകളാണ്. പ്രധാന കഥയ്ക്ക് അനുപൂരകമായി വരുന്ന കഥകളാണ്. പക്ഷേ ആ കഥ പറയുന്ന വ്യാസൻ ഈ കഥയിൽ എവിടെയും തൻ്റെ വൈകാരികാംശം കലർത്തുന്നില്ല എന്ന വലിയ പരമാർത്ഥം അതിൽ നിലനിൽക്കുന്നു. അദ്ദേഹം ഏതാണ്ടൊരു നിസ്സംഗതയോടുകൂടി മാറി നിൽക്കുന്ന എഴുത്തുകാരനാണ്. അതിലേക്ക് അദ്ദേഹം വൈകാരികാംശത്തെ കലർത്തുന്നതേയില്ല. പാണ്ഡവരുടെ ദുഃഖം പറയുമ്പോൾ, കൗരവരുടെ സന്ദിഗ്ധത പറയുമ്പോൾ, ഭീഷ്മരെ പോലെ ഒരു മഹാരഥൻ്റെ വലിയ ജീവിത സങ്കീർണത പറയുമ്പോഴൊന്നും അതിൽ വൈകാരികത കലരുന്നില്ല. പകരം മാറി നിന്നാണ് ആ കഥ പറയുന്നത്. വാൽമീകിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വ്യത്യാസം, വാൽമീകി വൈകാരികമായിട്ടാണ് രാമകഥ പറഞ്ഞത് എന്നതാണ്. വൈകാരികമായിട്ടാണ് പറഞ്ഞത്. വ്യാസനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം അത് നിഹിതമാണ് ഗുഹയിൽ എന്നാണ് പറഞ്ഞത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിൻ്റെ തത്വം ഗുഹയിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സങ്കീർണതയിലല്ല അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ആശങ്കയുണ്ടായിരുന്നു. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന നടത്തിയില്ല. പക്ഷേ വാൽമീകിയെ സംബന്ധിച്ചിടത്തോളം രാമനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭം മുതൽ അദ്ദേഹത്തിന് രാമനെ അവതരിപ്പിക്കുന്നതിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ വൈകാരികത രാമായണത്തിൽ ഉടനീളം വ്യാപിച്ചിട്ടുണ്ട്. ആ വൈകാരികതയാണ് എഴുത്തച്ഛൻ അരിച്ചെടുത്ത് സൂക്ഷിച്ചത്. അതിൽ ആ വൈകാരികതയെ അതേപടി സ്വീകരിക്കുകയല്ല എഴുത്തച്ഛൻ ചെയ്തത്. എഴുത്തച്ഛൻ ആ വൈകാരികതയുടെ ഒരു സാരാംശം സ്വീകരിച്ച് അതിലേക്ക് എഴുത്തച്ഛൻ ആവശ്യമുള്ള ഭക്തി കലർത്തുകയാണ് ചെയ്തത്. വാൽമീകി രാമായണത്തിൽ രാമനെ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ സത്യം ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണെന്ന് നമുക്ക് പറയണം. രാമജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം രാമരാജ്യം എന്ന വലിയ ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തു. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദർശമായിരുന്നു. ആ ആദർശത്തിന് അനുഗുണമായി വാൽമീകി എന്താണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ വൈകാരികാവസ്ഥ എന്താണ്? രാമൻ്റെ ജീവിതത്തിൽ രാമൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടൊപ്പവും അതോട് ചേർന്ന് വരുന്ന എല്ലാ കഥാപാത്രങ്ങളോടൊപ്പവും വാൽമീകി വികാരപരവശനാവുന്നുണ്ട്. അഭിഷേക വിഘ്നം വരുമ്പോൾ രാമൻ്റെ സങ്കടത്തിൽ വാൽമീകി പങ്കുചേരുന്നുണ്ട്. ദശരഥൻ അഭിഷേക വിഘ്നത്തിന് തൊട്ട് മുമ്പ് കൈകേയിക്ക് കീഴടങ്ങുന്ന സന്ദർഭത്തിലും വാൽമീകി ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. അത് കഴിഞ്ഞ് രാമൻ വനവാസത്തിന് പോകുമ്പോൾ ജനങ്ങളുടെ ദുഃഖത്തിൽ അവിടെ ചെല്ലുന്ന ഭരതൻ്റെ രാമായണത്തിലെ ഏറ്റവും പ്രകീർത്തിതമായ ഏറ്റവും ആദർശവൽകൃതമായിട്ടുള്ള മാനസികാവസ്ഥയിൽ അതിൻ്റെ വേപധുവിലൊക്കെ വാൽമീകി അതിനോടൊപ്പം ചേരുന്നത് നമുക്ക് കാണാം. അത് അവസാനം വരെ അത് ചേരുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിൽ രാമായണം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കും അതല്ല, ഉത്തരരാമായണം കൂടി ചേർന്ന് മനുഷ്യ മഹാഗാഥയായിട്ട് അത് സമാപിക്കുന്നത് എന്ന് വിചാരിക്കുന്നവർക്കും ഈ വാൽമീകിയുടെ വൈകാരികത മനസ്സിലാക്കാൻ കഴിയും. ആദ്യന്തം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടത്തി പറഞ്ഞാൽ വാൽമീകി വലിയൊരു റൊമാൻറ്റിക് ആയിരുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട്. റൊമാൻറ്റിസിസം എന്ന് പറയുന്ന വാക്കൊക്കെ വാൽമീകി രാമായണം എഴുതി എത്രയോ കാലത്തിന് ശേഷമാണ് പ്രചാരത്തിലെത്തിയത്. അങ്ങനെ ഒരു മനുഷ്യർക്ക്, കവികൾക്ക് പൊതുവേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാമെന്ന് ചില സൈദ്ധാന്തികർ കണ്ടെത്തിയത്, അതിനെപ്പറ്റി വോളിയം കണക്കിന് പുസ്തകങ്ങളൊക്കെ എഴുതിയതൊക്കെ അതിന് ശേഷമാണ്. പക്ഷേ ഈ വൈകാരികതയെ അടിസ്ഥാനമാക്കി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാൻ കഴിയും. അതാണ് വാൽമീകിയുടെ വലിയ മഹത്വം. ഈ എഴുത്തിലെ അസാമാന്യമായ സിദ്ധി, വൈകാരികാവസ്ഥയെ നമ്മളുടെ ജീവിതാവസ്ഥയോട് ചേർത്ത് ഒരു വലിയ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ കഥാപാത്രത്തിൻ്റെ ഉയർച്ച,
അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ നീചാവസ്ഥ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ, ഇത് വർണ്ണിക്കുമ്പോൾ വാൽമീകി ആ വൈകാരികത കൊണ്ടാണ് ഭാരതീയരുടെ ഹൃദയം കീഴടക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വാൽമീകി രാമായണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നത്. മഹാഭാരതം അത്രയും പ്രിയപ്പെട്ടതായിരിക്കെ നമ്മൾ മഹാഭാരതത്തെ എല്ലാ സമയത്തും നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാൻ തയ്യാറാവാതിരിക്കുകയും വാൽമീകി രാമായണത്തെ അഥവാ രാമായണത്തിൻ്റെ അനേകം പാഠഭേദങ്ങളെ നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഈ വൈകാരികത, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ വൈകാരികതയെ ഈ അതീത ജീവിതങ്ങളിലേക്ക് സംക്രമിപ്പിക്കുകയും അതിലെ രാക്ഷസനായാലും വാനരനായാലും മനുഷ്യനായാലും അതിലേക്ക് കടന്നു വരുന്ന ദേവന്മാരായാലും ഋഷിവര്യന്മാരായാലും എല്ലാവരിലേക്കും ഇത് സംക്രമിപ്പിക്കുകയും ചെയ്യാൻ വാൽമീകിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ക്ലാസിക് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് വാൽമീകി ലോകത്തിലെ ഏറ്റവും മികച്ച കവിയായി ഇന്നും നിലനിൽക്കുന്നത്. നമ്മളുടെ മുമ്പിൽ എത്ര കവികൾ കടന്നുപോയിട്ടും നമ്മൾ വാൽമീകി കോകിലം എന്ന് വിളിച്ച് ആദരിക്കുന്നത് അതുകൊണ്ടാണ്. വലിയ ദിവ്യ ഗുരു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം വ്യാസനെ പോലെ തന്നെ വിശ്വഗുരുവായി അവതരിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്.